ഈ കടുവനെ എണീറ്റില്ലേ, കാണാൻ എന്ത് ചെലല്ലേ. മാക്രി, എടി മാക്രി, നീ എവിടെയാ? ജോ, എന്റെ മനസ്സിന് ഇതെന്താ പറ്റിയേ? നീ അവിടെ നിന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടാവൂലേ, വീഴല്ലേ വീഴല്ലേന്ന്. എന്തായാലും അത് ഏറ്റിച്ചോ. കടുവേ കടുവേ, എനിക്ക് പോകണ്ടേ, സമയായി, വേഗം. കുരിപ്പ് മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ല. സമയോ? പിന്നെ എന്തോ ഒരു തലവേദന വേണ്ടായിരുന്നു. അതെ, മൂക്കൊറ്റ കുടിച്ചു കിടക്കുമ്പോൾ ആലോചിക്കുന്നായിരുന്നു, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ മനുഷ്യ എന്റെ കൂടെ വരണം എന്നെ എന്ത് തേങ്ങിക്കാടോ താൻ കുടിച്ചേ? ഞാൻ കുടിച്ച നീ കാരണം തന്നെ, അത് അന്നായാലും ഇന്നായാലും. പണ്ടാറ് ഏത് സമയത്താണോ നേരെ എന്നാ പിന്നെ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ കാപ്പിയൊന്നും വേണ്ട. ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് എങ്ങാനും കുടിക്കാം. നേരടി അങ്ങോട്ടേക്ക്. ഓ തമ്പ്ര, തമ്പ്രാന്റെ ആജ്ഞ എന്താ വെച്ചത് അതേപോലെ തന്നെ നാം അനുസരിക്കാം. ആവശ്യം എന്റെ ആയിപ്പോയി, അല്ലെ കാലവരം നിൽച്ചിരിക്കരുത്. എനിക്ക് പോണം. വേഗം പോയി കുളിച്ചു തന്നെ. അതെ, മുത്തശ്ശി അവിടെ നിൽക്കാം, വേഗം. ഹലോ ചോ, പൊട്ടക്കണ്ണ, നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ വിളിക്കല്ലേന്ന്. ആരെങ്കിലും കണ്ട അത് അതിലും വലിയ പ്രശ്നം. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ മെസ്സേജ് അയച്ചാൽ മതി, അതും മലയാളത്തിലും ഇംഗ്ലീഷിലും വല്ല മംഗ്ലീഷിലും ഒക്കെ അയച്ചെന്ന് കൊല്ലി അങ്ങനെ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കുറി പഠിച്ചിട്ടില്ലേ, അതിലൊന്ന് അയക്കേ. ഞാനാണെങ്കിൽ അത് മനസ്സിലാക്കും. മലയാളം ഇംഗ്ലീഷും ഒക്കെ ആണെങ്കിൽ അമ്മയും അച്ഛനോ അല്ലെ ചേച്ചിയോ ചേട്ടനോ ആരെയും കണ്ടാൽ മതി, പ്രശ്നമാവും കേട്ടോ. നീ വെറുതെ വിളിക്കലേ, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം. എനിക്കാണ് ഇവിടെ പ്രശ്നം, അല്ലാതെ നിനക്ക് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാ. എന്റെ പൊന്നെ മാക്രി, നിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കേൾക്കാതെ ജീവിക്കാൻ പറ്റുമോ? വോയിസ് അയച്ചാൽ അതും കുറ്റം, അതിനും ചീത്ത തന്നെ. എത്ര കാലമടി നമ്മളിങ്ങനെ. ആട്ടെ, പൊന്നുമോളിന്ന് ഏത് വേഷത്തിലാ വരുന്നേ? പറയാൻ വിട്ടുപോയതല്ലേ ആ കാര്യം. അതെ, ഇന്ന് ഞാനേ തുണിയില്ലാതെ വരുന്നേ. എന്റെ കുഴപ്പമുണ്ടോ നിനക്ക്? മോൻ തുയേഷ് ഏതാന്ന് മനുഷ്യൻ തീത്തിനും കൂടെ അവന്റെ പേര്. ഓ, ഇത് എടി മാക്രി, നിന്നിങ്ങനെ കണ്ടാലും അടിപൊളിയില്ലേ. ഇനിയിപ്പം നിനക്ക് നേക്കഡായിട്ട് വരണമെങ്കിൽ വരാം. എന്നെ മാത്രം കാണിച്ചാൽ മതി, അതിന് അർഹൻ ഞാൻ മാത്രമാണല്ലോ. നിന്റെ കടുവയൊന്നും നീക്ക് ദയവ് ചെയ്ത് കാണിക്കരുത് ഇതൊന്നും. ഇപ്പം വേണ്ട, നമ്മുടെ ഫസ്റ്റ് നൈറ്റിന് അങ്ങനെ വന്നാലും മതി. മനസ്സിലെ പൂതി കൊള്ളാലോ. എടാ, നിന്നെക്കുണ്ടല്ലോ എന്താ ചെയ്യണ്ട ഞാൻ. അതെ, ഞാനിപ്പോ കടുവയുടെ റൂമിൽ നിന്ന് വിളിക്കുന്ന അങ്ങനെ കുളിക്കാൻ പോയ തക്കത്തിന്. അതെ, വരേണ്ട സമയത്ത് എനിക്ക് തോന്നിയ വേഷത്തിൽ ഞാൻ വന്നോളാം. അതെ, പറയുന്ന സ്ഥലത്ത് നീ നിന്നാ മതി, കേട്ടല്ലോ. പറ്റിട്ട് പോണം. വളരെ പോന്ന്. എന്റെ പൊന്നു കുക്കുമോളെ, നീ ഇങ്ങനെ അറിവില്ലായ്മയൊന്നും കാണിക്കല്ലേ. തുണിയില്ലാതെ അവന്റെ മുമ്പിലൊന്നും പോയേക്കല്ലേ. കാരണം ഈ ജന്മം അവനുള്ളത് കാണാനുള്ള യോഗ്യത ഉണ്ടാവത്തില്ല. I want to tell you one thing. Let him touch you and die. ഇവൻ കൂടെ വരാൻ തീരുമാനിച്ചത് എന്തായാലും നന്നായി കുക്കു. അതെ, മുത്തശ്ശി ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചല്ല. പോകുമ്പോ കുറച്ച് സാധനങ്ങളോട് കൊണ്ടുപോകാനുണ്ടേ, അത് പാക്ക് ചെയ്യാനായിരുന്നപ്പോ അങ്ങ് വൈകിപ്പോയി. നിങ്ങൾ രണ്ടുപേരും കാറിന്റെ ഫ്രണ്ട് ഇരുന്നു. മുത്തശ്ശി ബാക്കി കിടന്നൊന്ന് ഉറങ്ങട്ടെ, എന്തായാലും അവിടെ എത്താൻ കുറച്ച് സമയം പിടിക്കുമല്ലോ, അതുവരെ. എന്നാ പിന്നെ മോനെ, ഞങ്ങള് ഇറങ്ങിക്കോട്ടെ. ശരി, എന്നാ പിന്നെ മോനെ നീ വണ്ടി എടുക്ക. കുക്കു കേറ. ശരി, എന്നാ പിന്നെ പോവാൻ കടുവേ. ഇതാ പറയുന്നേ, പെമ്പിളാരും സൂക്ഷിക്കണമെന്ന്. കാറിൽ കിടന്ന് ഉറങ്ങിയ, അതും ഫ്രണ്ടിൽ ഉറങ്ങിയ, 2 ഹമ്മ് ചാടിയ നീണ്ട തോളത്ത് വന്ന് കിടക്കൂലേ. അതുകൊണ്ടാ നിങ്ങളോട് ഉറങ്ങില്ലേന്ന് പറയുന്നേ. നീ നിന്റെ ജോലിക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് സാരി എടുത്തെങ്കിലും അനുഭവിക്കുന്നത് ഞാനാണല്ലോ മോളെ. ജോ, നിനക്ക് ഈ ജന്മം ഇത് അനുഭവിക്കാനുള്ള യോഗമില്ലാതെ പോയടാ. സാരമില്ല, എന്തുകൊണ്ടാണെന്നല്ലേ, ഞാൻ വാശി പിടിച്ച് എന്റെ കൂടെ നിർത്തുന്ന പെണ്ണിനെ ഞാൻ എങ്ങനെയാടാ നിനക്ക് തരിക?
ഉം? അപ്പൊ എന്റെ പൊന്നാർമീസേ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾ ഇനി കണ്ട് ചീത്തയാവണ്ട. ഞാൻ കുറച്ച് ഹോബി പാട്ട് വാങ്ങിച്ചു തരേണ്ടി വരും പിന്നെ നിങ്ങൾക്ക്. പിന്നെ പറയാനുള്ള കാര്യം, ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു 30 മിനിറ്റിൻ്റെയും 40 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ഇട്ട് തരണമെന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ എത്രയും നമ്മുടെ ഈ സ്റ്റോറി ക്ലൈമാക്സ് എത്താനായി എത്തും. അല്ല, നിങ്ങൾ പറയാം എല്ലാ ദിവസവും ഒരു 5-10 മിനിറ്റിൻ്റെ വീഡിയോ ഇടണം, അത് 2 ദിവസം കൂടെ കൂടുമ്പോൾ ഒരു 30-40 മിനിറ്റിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിടണമെന്ന്. സംഭവം ഒന്നുമല്ല, ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി മ്യൂസിക് ആഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ തീരുമാനിച്ച സ്ഥിതിക്ക് കോപ്പി റൈറ്റിംഗ് വളരെയധികം വേഗത്തിൽ എൻ്റെ ചാനലിൽ വരും. അതുകൊണ്ട് കോപ്പി റൈറ്റിംഗ് ഇല്ലാത്ത നല്ല മ്യൂസിക് തപ്പി 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 പോയി ഷോർട്സ് കുറേ കണ്ടുകഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഞാൻ അറിയിക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്യാനാണ് വന്നത്, അല്ലാതെ ഷോർട്സ് കാണാനില്ല. അങ്ങനെ ഇങ്ങനെ കുറേ പണിയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വേഗം സമയം പോയിക്കൊണ്ടിരിക്കും. ഉള്ള നെറ്റ് ഞാൻ തീർത്തുകൊണ്ടിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പറ്റിയ ഇമേജുകൾ അത് ഡൗൺലോഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കൂടുമ്പോൾ ഇനി വീഡിയോ ഇടണം, ഒരു ദിവസം കൂടുമ്പോൾ ഓരോ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ സ്റ്റോറി ഏതാണ്ട് ക്ലൈമാക്സ് എത്താനായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനിയിപ്പോൾ നിർത്താതെ തുടരുകയാണെങ്കിൽ അങ്ങനെ, കാരണം ഞാൻ സ്റ്റോറി എഴുതി വെച്ചിട്ടില്ല, ഓൺ ദ വേ ആണ് വരുന്നത്. അതുകൊണ്ട് എഡിറ്റ് ചെയ്യാനിരിക്കും, അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ മിസ്റ്റേക്കുകളുണ്ട്, ഉണ്ടെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്ഷമിക്കുക. പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾക്ക് ഏത് സ്റ്റോറി വേണമെന്ന് പറയാം. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്കിടില്ല. ഈ സ്റ്റോറി ക്ലൈമാക്സ് ആയതും അടുത്ത സ്റ്റോറി അപ്ലോഡ് ചെയ്യാനാണ്. അത് ഏത് വേണമെന്ന് പറയാം. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ചേച്ചി, പുതിയതുണ്ടെങ്കിൽ അത് ഇട്ടോ മതി പറഞ്ഞാൽ എൻ്റെ പുതിയ സ്റ്റോറീസ് ഉണ്ട്. പർമീസേ, നിങ്ങൾ എൻ്റെ അടുത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കുറേ ആൾക്കാർ എൻ്റെ പേര് വിളിക്കുന്നത് കേൾക്കും. ഒന്നുമില്ല, വീട്ടിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഇവർ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യുന്നു തോന്നുന്നു, നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ വീണ്ടും വയ്ക്കും. എൻ്റെ ഒരു ഗതികേട് ഈ ഒരു മാസം അവസാനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ പറഞ്ഞു മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കുറച്ച് കമൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ താഴെ വന്ന 3 കമൻറ്റ്സ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. എനിവേ താങ്ക് യു ഫോർ കമൻറ്റ് ഇട്ടതിന്. വേഗം ഇടാനും അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ എനിക്കും കുറച്ച് സമാധാനം. കാരണം ഒരുപാട് ഗ്യാപ്പിന് ശേഷം വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന്. കാരണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാവും. നിങ്ങൾക്ക് വെറുതെ പറഞ്ഞു പോകുന്നതായിട്ട് വീഡിയോ തോന്നിയാലോ പറഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. എന്തായാലും എനിവേ താങ്ക് യു. പിന്നെ എനിക്ക് പറയാനുള്ള ഒന്ന്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് സ്റ്റോറിയാണ് നെക്സ്റ്റ് വേണ്ടത്, അല്ലെങ്കിൽ പുതിയത് വേണമെന്ന്. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. ചേട്ടാ ബൈ ബൈ, സീ യു ആർ മിസ്. പിന്നെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല FF ആയിട്ട് വരാം. ഒപ്പം ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഞാനൊരു FF നമ്മുടെ സ്റ്റോറി ഒരെണ്ണം കംപ്ലീറ്റ് എൻഡിങ്ങിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ടാറ്റാ.